എവരിവൺ, വെൽക്കം ടു സെറ. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ലിമുലസിനെ പറ്റിയിട്ടാണ്. അപ്പൊ ലിമുലസിന്റെ എവല്യൂഷണറി സിഗ്നിഫിക്കൻസും കുറച്ച് മെഡിക്കൽ യൂസസും ആണ് നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം ഹോഴ്സ് ഷൂ ക്രാബ്സ് അല്ലെങ്കിൽ ലിവിങ് ഫോസിൽസ് എന്നൊക്കെ അറിയപ്പെടുന്ന ആൾക്കാരാണ് ലിമുലസ് എന്ന് പറയുന്നത്. അപ്പം ഇതിന്റെ റിമാർക്കബിൾ ആയിട്ടുള്ള എവല്യൂഷണറി സ്റ്റെബിലിറ്റി നമ്മൾ അതിനുകൊണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവരുടെ ലീനിയേജ് എന്ന് പറയുന്നത് 450 മില്യൺ ഇയേഴ്സ് മുന്നേ ഓർഡോവിസിയൻ പീരീഡ് മുതൽ തുടങ്ങേണ്ടതാണ്. അതായത് ഒരു ഡിനോസറിന്റെ ഒക്കെ കാലഘട്ടത്തിലുള്ള ആൾക്കാരാണ് ഇവരെന്ന് പറയുന്നത്. ഇവരുടെ ഇൻക്രെഡിബിൾ ആയിട്ടുള്ള ലോങ്ങിറ്റിവിറ്റി സയന്റിസ്റ്റുകൾക്ക് ഇതൊരു ഒരുപാട് റെസിലിയൻസും അഡാപ്റ്റബിലിറ്റിയും ഒക്കെ ഇവരുടെ ആൻഷ്യൻ ലൈഫ് ഫോംസിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ എക്സോസ്കെലറ്റൺ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഇവര് മില്യൺസ് ഓഫ് ഇയേഴ്സ് തൊട്ട് ഇങ്ങോട്ടേക്ക് നോക്കുമ്പോൾ ഒരു മാറ്റവും തന്നെ ഇവരുടെ സ്ട്രക്ചറിനും എക്സോസ്കെലറ്റനും ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. ഹാർഡ് ആയിട്ടുള്ള പ്രൊട്ടക്റ്റീവ് ഷെല്ലാണ് ഇവർക്ക് ഉണ്ടാകുന്നത്. ഇതാണ് ഇവരുടെ സർവൈവബിലിറ്റി റേറ്റിനുള്ള കൂടുതലായിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത്. അതുകൂടാണ്ട് ഇവർക്ക് എഫക്റ്റീവ്നെസ് ആയിട്ടുള്ള ഒരു ഫിസിക്കൽ ഡിസൈൻ കൂടിയുണ്ട്. ഇവര് റെസ്പിറേഷന് വേണ്ടി ഉപയോഗിക്കുന്നത് ബുക്കിൽസ് എന്ന് പറഞ്ഞ ഒരു സ്ട്രക്ചർ ആണ്. അതുകൂടാണ്ട് ഇവർക്ക് കോമ്പൗണ്ട് ഐസ് കൂടിയുണ്ട്. അതൊരു ഏർലി ആന്ത്രപ്പോഡ് അനാട്ടമിയിൽ സെൻസറി അഡാപ്റ്റേഷൻ ആയിട്ട് വരുന്ന ഒരു സ്ട്രക്ചർ ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവർ കൂടുതലായിട്ടും റിലേറ്റ് ചെയ്യുന്നത് അരാക്നിഡ്സ്, അതായത് സ്പൈഡർ ഒക്കെ വരുന്ന, സ്കോർപിയോൺസ് ഒക്കെ വരുന്ന ഒരു ഗ്രൂപ്പുമായിട്ടാണ്. അത് കൂടുതലായിട്ടും ക്രാബ്സിനോടൊന്നും അല്ല ഇവരുടെ സിമിലാരിറ്റി വരുന്നത്, അരാക്നിഡ്സിനോടാണ് ഇവരുടെ സിമിലാരിറ്റി വരുന്നത്. ഇനി നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഏകദേശം ഒരു 5 സ്പീഷീസ് മാത്രമേ ഇപ്പം നമ്മുടെ ഏർത്തിൽ റിമൈൻ ചെയ്യുന്നുള്ളൂ. 200 മില്യൺ ഇയേഴ്സ് എഗോ ഒക്കെ ഒരു 100ഓളം സ്പീഷീസുകളൊക്കെ ഉണ്ടായിരുന്നു. ഇവർക്ക് കോമ്പൗണ്ട് ഐസ് കാണാൻ വേണ്ടി പറ്റും. ഇവര് മറൈൻ ആണ്. ഇവർക്ക് എന്ത് എബിലിറ്റി ഉണ്ട്? ഇവർക്ക് വാട്ടറിൽ നിന്ന് ഓക്സിജൻ അബ്സോർബ് ചെയ്യാനുള്ള എബിലിറ്റി കൂടിയുണ്ട്. ഇവർക്കൊരു സീരീസ് ഓഫ് 7 ബുക്കിൽസ് കാണാൻ വേണ്ടി പറ്റും ഇവരുടെ അബ്ഡോമന്റെ അടിയിലായിട്ട്. ഇവർ എഷോറിലേക്ക് വരുന്ന സമയത്ത് ഇവർ എന്തിനു വേണ്ടിയിട്ടാണ് എഷോറിലേക്ക് വരുന്നത്? എഷോറിലേക്ക് വരുന്നത് മെയ്റ്റിങ്ങിന് വേണ്ടിയിട്ടാണ്. ജൂൺ മാസമൊക്കെ ആവുമ്പം ഹൈയസ്റ്റ് ടൈഡ് ഒക്കെ ഉണ്ടാകുന്ന സമയത്താണ് ഇവർ മെയ്റ്റ് ചെയ്യുന്നത്. ഇവർ സാൻഡിലാണ് ഇവരുടെ മുട്ട ഇടുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതുള്ളത്. ഇവരുടെ എഗ്സ് എന്ന് പറയുന്നത് ചില ആനിമൽസിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫുഡ് സോഴ്സ് ആണ്. അപ്പം ഹാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവര് മേ ബി നമ്മുടെ ട്രൈലോബൈറ്റ് എന്ന് പറഞ്ഞ ഓർഗാനിസം പോലെയാണ് കാണാനുള്ളത്. ഇനി ഒരുപാട് ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ് ഇവരെ എന്ത് ചെയ്യുന്നുണ്ട്? ഇവരെ കളക്ട് ചെയ്യുന്നുണ്ട്. കളക്ട് ചെയ്തിട്ട് ഇവരുടെ ബ്ലഡിന്റെ ഹാഫ് ഓഫ് ദ പോർഷൻ ഇവർ എന്ത് ചെയ്യുന്നു? ഇവർ കളക്ട് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാ? ഈ ഒരു ഓർഗാനിസം എന്ന് പറഞ്ഞ അമേസിംഗ് ആയിട്ടുള്ള ക്ലോത്തിങ് എബിലിറ്റി കാണിക്കുന്നുണ്ട്. അപ്പൊ ഇവരുടെ ഈ ഒരു പ്രോട്ടീൻസ് സെപ്പറേറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഹീമോഫീലിയ പേഷ്യൻസ് ഉണ്ട്. റോയൽ ഡിസീസ് ആണ് ഹീമോഫീലിയ എന്ന് പറയുന്നത്. ആ ഒരു ഹീമോഫീലിക് ആയിട്ടുള്ള പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത പ്രോട്ടീൻസ് ഉപയോഗിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇത്ര മാത്രമൊന്നുമല്ല, ഇതിൽ കൂടുതൽ മെഡിക്കൽ ഇമ്പോർട്ടൻസും എവല്യൂഷണറി സിഗ്നിഫിക്കൻസും കാണിക്കുന്ന ഒരു ഓർഗാനിസം ആണ് ലിമുലസ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ലിമുലസ് എന്ന് പറയുന്നത്. അതിന്റെ ചെലിസറ എന്ന് പറഞ്ഞ സ്ട്രക്ചറാണ് മെയിൻ ആയിട്ടുള്ള ഒന്ന്. പിന്നെ അതിന്റെ ടെൽസൺ എന്ന് പറഞ്ഞ സ്ട്രക്ചർ കൂടി വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കേണ്ടതാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് ക്രസ്റ്റേഷ്യ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പിനെ പറ്റിയിട്ടാണ്. ക്രസ്റ്റേഷ്യ എന്ന് പറഞ്ഞ ഗ്രൂപ്പ് പ്രൈമലി അക്വാറ്റിക് ആയിട്ടുള്ള ഒരു ആർത്രോപോഡ് ആണ്. ഇവർക്ക് ഹാർഡ് ആയിട്ടുള്ള മാസീവ് ആയിട്ടുള്ള കൈറ്റീനിയസ് എക്സോസ്കെലിറ്റൻ കാണാൻ വേണ്ടി പറ്റും. കാൽസ്യം സ്കാൾസ് മെയിൻ ആയിട്ട് ഇവർക്ക് ഇംപ്രഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവരുടെ മോസ്റ്റ് കോമൺ ഫോംസ് എന്ന് പറയുന്നത് വാട്ടർ ഫ്ലീസും സ്നോബഗ്സും വുഡ്ലൈസും ബേർണക്കിൾസ് ഒക്കെ പോലെയുള്ള പ്രോൺസ്, ഷ്രിംസ്, ലോബ്സ്റ്റേഴ്സ്, ക്രാബ്സ്, ക്രേ ഫിഷ് ഒക്കെ ഈ ഗ്രൂപ്പിൽ കാണുന്ന ആൾക്കാരാണ്. ഇവരുടെ ബോഡിക്ക് 3 റീജിയൻ ആണ് ഉള്ളത്: ഹെഡ്, തൊറാക്സ്, അബ്ഡോമൻ. 3 റീജിയൻ. ഇനി ഇവരുടെ ഹെഡും തൊറാക്സും കൂടെ ജോയിൻ ചെയ്തിട്ട് അതിനെ സെഫാലോ തൊറാക്സ് എന്ന് പറഞ്ഞ റീജിയൻ ആയിട്ട് മാറിയിട്ടുണ്ട്. സെഫാലോ തൊറാക്സ് എന്ന് പറയുന്നത് പാർട്ട്ലി അല്ലെങ്കിൽ ഫുള്ളി കവർ ചെയ്തുകൊണ്ട് ഒരു ഡോസൽ ഷീഡ് അല്ലെങ്കിൽ കാരാപേസ് വരുന്നുണ്ട്. പക്ഷേ അബ്ഡോമിനെ കവർ ചെയ്യുന്നത് ഡോസൽ വെൻട്രൽ പ്ലേറ്റുകൾ വെച്ചിട്ടാണ്. അതിന്റെ പേരാണ് സ്ക്ലീറൈറ്റ് എന്ന് പറയുന്നത്. ഇനി ഹെഡ് എന്ന് പറയുന്നത് ഒരു 6 സെഗ്മെന്റ്സ് വെച്ചിട്ടാണ് ഫ്യൂസ് ചെയ്തിട്ടുള്ളത്. അതിന്റെ ഒരു ആക്രോൺ എന്ന് പറഞ്ഞൊരു സ്ട്രക്ചർ കൂടിയുണ്ട്. 5 ഫ്യൂസ്ഡ് ആയിട്ടുള്ള സെഫാലോ സെഗ്മെന്റ്സ് ആണ് ഇവർക്കുള്ളത്. അഡൽട്ടില് 5 പെയർ ഓഫ് അപ്പൻഡേജസ് കാണാൻ വേണ്ടി പറ്റും. നെയിംലി ആന്റിന്യൂൾസ്, ആന്റിന, മാൻഡിബിൾസ്, ഫസ്റ്റ് മാക്സില്ല ആൻഡ് സെക്കൻഡ് മാക്സില്ല. ഇത്രയും അപ്പൻഡേജസ് ആണ് ഈ ഒരു ഓർഗാനിസത്തിന് കാണാൻ വേണ്ടി പറ്റുന്നത്. അതുകൂടാണ്ട് ഒരു പെയർ കോമ്പൗണ്ട് ഐസ് ഇവരുടെ ഹെഡിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതുകൂടാണ്ട് ഒരു തൊറാസിക് അബ്ഡോമിനൽ റീജിയൻ ഉണ്ട്. അത് സെഗ്മെന്റലി പെയർഡ് ആയിട്ടുള്ള ബൈറാമസ് അപ്പൻഡേജസ് കൂടി ഉണ്ട്. ടെർമിനലി ഈ അബ്ഡോമിനിൽ എന്തുണ്ട്? ഒരു ടെൽസൺ എന്ന് പറഞ്ഞ സ്ട്രക്ചർ നമുക്ക് കാണാൻ വേണ്ടി പറ്റും.
ഇനി എലിമെന്ററി കനാൽ എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ആണ്, അൺകോയിൽഡ് ആയിട്ടുള്ള എലിമെന്ററി കനാൽ ആണ്. ഇവരുടെ റെസ്പിറേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത് അതിൽ ഗിൽസും ബ്രാങ്കിയ കൂടി കാണാൻ വേണ്ടി പറ്റും. ബ്ലഡ് വാസ്കുലാർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഓപ്പൺ ആണ്, അല്ലെങ്കിൽ ലാക്കുനാർ എന്ന് പറയാൻ വേണ്ടി പറ്റും. എക്സ്ക്രീറ്ററി സിസ്റ്റത്തിൽ ഒരു പെയർ ആന്റിനറി ഗ്ലാൻഡ് ഉണ്ടാവും, അല്ലെങ്കിൽ മാക്സിലറി ഗ്ലാൻഡ് ഉണ്ടാവും. ചിലതിൽ ഇത് രണ്ടും കാണുന്ന ഓർഗാനിസംസും കൂടി ഉണ്ട്. ഇവിടെ നെർവസ് സിസ്റ്റത്തിൽ സർക്കോമീസോഫാഗൽ നെർവ് റിംഗ് ഉണ്ട്, അതുകൂടാണ്ട് ഒരു പെയർ വെൻട്രൽ നെർവ് കോഡ് കൂടി പ്രസന്റ് ആണ്. ഇവരുടെ സെക്സസ് സെപ്പറേറ്റ് ആണ്, കോപ്പുലേഷൻ നടക്കുന്നുണ്ട്, അതുപോലെ തന്നെ എഗ് ബ്രൂഡിങ് അതുപോലെ തന്നെയുള്ള അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവർക്ക് കോമൺ ആണ്. ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ആണ്. ഇവരുടെ ഫേസ്റ്റ് ഫണ്ടമെന്റൽ ലാർവ എന്ന് പറയുന്നത് നൗപ്ലിയസ് ലാർവയാണ്. എക്സാമ്പിൾ ആയിട്ട് നമുക്ക് സാക്കുലിന അല്ലെങ്കിൽ യൂപാരഗുറസ് ഒക്കെയാണ് ഇവരുടെ എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. അപ്പൊ ഇത് നോക്കുകയാണെങ്കിൽ യൂപാഗുറസ് എന്ന് പറഞ്ഞ എക്സാമ്പിളിലേക്ക് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ യൂപാഗുറസ് എന്ന് പറയുന്ന കോമൺ ആയിട്ട് ഹെർമൈറ്റ് ക്രാബ് എന്നാണ് അറിയപ്പെടുന്നത്. ഇതൊരു മറൈൻ ക്രസ്റ്റേഷ്യൻ ആണ്. ഇതെല്ലാ കടലിലും നമുക്ക് യൂപാഗുറസിനെ കാണാൻ വേണ്ടി പറ്റും. ഇതെന്ന് പറയുന്നത് ഗ്യാസ്ട്രോപോഡ്സിന്റെ എംപ്റ്റി ഷെല്ലിലാണ് കാണാൻ വേണ്ടി പറ്റുന്നത്. ഗ്യാസ്ട്രോപോഡ് എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് ഒരു മൊളസ്കൻ ആയിട്ട് വരുന്ന ഒരാളാണ് ഗ്യാസ്ട്രോപോഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് എന്ത് ചെയ്യുന്നു, ഇത് ചില സമയത്ത് ഈ ഗ്യാസ്ട്രോപോഡിനെ കൊന്നു കഴിഞ്ഞിട്ട് സ്ലോലി ഇതിന്റെ ബോഡി ഒന്ന് റിമൂവ് ചെയ്യും. അപ്പൊ ഈ ഷെൽ എന്തായി, ഷെൽ എംപ്റ്റി ആയിട്ട് മാറും. ആ സമയത്താണ് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, അവിടെ സ്റ്റേ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അതിനുശേഷം ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കും. പീരിയോഡിക്കലി ആ ഷെൽ അവരെന്ത് ചെയ്യും, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഇവരുടെ ബോഡി എന്ന് പറയുന്നത് ലോങ് ആണ്, കോയിൽഡ് ആണ്, ചില സമയത്ത് കംപ്രസ്ഡ് ആയിരിക്കും, ചില സമയത്ത് അസിമെട്രിക്കൽ ആയിട്ടുള്ള ബോഡിയും കൂടിയാണ്. ബോഡിക്ക് 2 ഡിവിഷൻ ആണുള്ളത്, ഹെഡും തൊറാക്സും കൂടി, സെഫാലോ തൊറാക്സും, ഒരു അബ്ഡോമൻ കൂടി നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. അബ്ഡോമൻ മെയിൻ ആയിട്ടും പെർമനന്റ്ലി ഈ ഷെല്ലിന്റെ ഉള്ളിലാണ് റിമൈൻ ചെയ്യുന്നത്. സെഫാലോ തൊറാക്സ് എന്ന് പറഞ്ഞ പീരിയോഡിക്കലി പ്രൊട്രൂഡ് ചെയ്യുന്നുണ്ട്, അതുകൂടെ റിട്രാക്ട് ചെയ്ത് കൂടി പോകുന്നുണ്ട്. മൗത്ത് എന്ന് പറയുന്നത് മൗത്ത് പാർട്സ് എല്ലാം ഹൈലി റെഡ്യൂസ്ഡ് ആയിരിക്കും. ഫസ്റ്റ് പെയർ ഓഫ് തൊറാസിക് ലെഗ്സ് എന്ന് പറഞ്ഞാൽ ചെലേറ്റ് ആണ്. അതിനെ നമ്മൾ ചെലിയപീഡ്സ് എന്ന് പറയും. ചെലിയപീഡ്സ് എന്ന് പറയുന്നത് ഷെല്ലിന്റെ മൗത്തിനെ എന്ത് ചെയ്യും, ബ്ലോക്ക് ചെയ്യും. അതുകൂടാണ്ട് ഹെർമൈറ്റ് ക്രാബ് ആ ഷെല്ല് വിത്ഡ്രോ ചെയ്യുന്ന സമയത്താണ് ഷെൽ മൗത്ത് എന്ത് ചെയ്യുന്നത്, ബ്ലോക്ക് ചെയ്ത് വെക്കുന്നത്. ഇനി അടുത്ത 2 പെയർ ഓഫ് ലെഗ് എന്ന് പറയുന്നത് ലാർജ് ആണ്, നോൺ ചെലേറ്റ് ആയിട്ടുള്ള വാക്കിംഗ് ലെഗ്സ് ആണ്. അത് ലോക്കോമോഷന് വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ലാസ്റ്റ് 2 പെയർ റെഡ്യൂസ്ഡ് ആണ്, അത് എന്ത് ചെയ്യുന്നുണ്ട്, ഷെല്ലിന്റെ ഉള്ളിൽ റിമെയിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അബ്ഡോമൻ എന്ന് പറയുന്നത് സോഫ്റ്റ് ആണ്, ഫ്ലഷി ആണ്, ഇലോങ്ങേറ്റഡ് ആണ്, സ്പൈറലി ട്വിസ്റ്റ് ചെയ്തിട്ട് ഷെല്ലിന്റെ ഉള്ളിൽ തന്നെ ഫിറ്റ് ചെയ്ത് വെച്ചേക്കാണ്. ലാസ്റ്റ് പെയർ ഓഫ് അബ്ഡോമിനൽ അപ്പൻഡേജസിൽ എന്തുണ്ട്, യൂറോപോഡ്സ് എന്ന് പറയാം. അത് ഹുക്ക് ലൈക്ക് ആയിട്ടാണ് കാണുന്നത്. അത് എന്ത് ചെയ്യുന്നു, ഷെല്ലിനോട് ക്ലിങ് ചെയ്ത് നിൽക്കാനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. യൂപാഗ്രസ് എന്ന് പറയുന്നത് ഫാക്കൽറ്റീവ് മ്യൂച്വലിസത്തിന് ഒരു എക്സാമ്പിൾ ആണ്. സി അനിമോണോ ആയിട്ടാണ് ഫാക്കൽറ്റേറ്റീവ് മ്യൂച്വലിസം നടത്തുന്നത്, സച്ച് ആസ് ആഡം സി ഒക്കെ പോലെയുള്ളതിനായിരിക്കും. അപ്പം ഇതൊരു സിംബയോട്ടിക് അസോസിയേഷൻ ആണ്. അതെന്ന് പറഞ്ഞാൽ അനിമോണിനും ബെനിഫിഷ്യൽ ആണ്, ഹെർമൈറ്റ് ക്രാബിനും ഈക്വലി ബെനിഫിഷ്യൽ ആയിരിക്കും. ഈ കേസിൽ അനിമോൺ എന്ന് പറയുന്നത് യൂപാഗുറസിനോട് അതിന്റെ ഷെല്ല് വഴിയാണ് ഇൻഹാബിറ്റ് ചെയ്ത് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. ഹെർമൈറ്റ് ക്രാബ് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അനിമോണിന് ഫ്രീ ട്രാൻസ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ കുറച്ച് ഫുഡ് പാർട്ടിക്കിൾസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന് പകരമായിട്ട് അനിമോൺ എന്ത് പ്രൊവൈഡ് ചെയ്യും, ക്രാബ് കവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ക്യാമഫ്ലേജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഒരു ബാർട്ടർ സിസ്റ്റം ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ഈക്വൽ ആയിട്ട് ബെനിഫിറ്റഡ് ആണ്. അത് എന്ത് കവർ ചെയ്യുന്നു, അത് കവർ ചെയ്ത് പ്രൊട്ടക്ട് ചെയ്യുന്നത് ക്രാബിനെയാണ്. അതുപോലെ തന്നെ എനിമീസ് ഒക്കെ വരുന്ന സമയത്ത് അതിന്റെ നെമാറ്റോബ്ലാസ്റ്റ് ഒക്കെ ഫയർ ചെയ്തുകൊണ്ട് അതിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്ത് വെക്കുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. അപ്പൊ സിംബയോട്ടിക് ആയിട്ടുള്ള ഈ ഒരു ഫാക്കൽറ്റേറ്റീവ് മ്യൂച്വലിസം ആണ് ഇതിന് മെയിൻ ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് ബിറ്റ്വീൻ ഹെർമൈറ്റ് ക്രാബ് ആൻഡ് ആഡം സി അനിമോൺ എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് നമ്മൾ കണ്ട ആ ഒരു ഹെർമൈറ്റ് ക്രാബ് എന്ന് പറയുന്നത്. ഇതാണ് അതിന്റെ ഫാക്കൽറ്റേറ്റീവ് മ്യൂച്വലിസം എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ മെയിൻ ആയിട്ടും പഠിക്കാനുള്ളത്. ലിമുലസിന്റെ കാര്യം നമ്മൾ പഠിച്ചു. അതുകൂടാണ്ട് ക്രസ്റ്റേഷ്യന്റെ ഫീച്ചേഴ്സും ഒരു എക്സാമ്പിളും ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്.